ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ചെയ്തിരുന്നു. അത് മിക്സിയിൽ ചെയ്ത ഒരു കേക്കാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാം. കൊക്കോ പൗഡർ, വാനില എസൻസ്, മൈദ, ഷുഗർ പൗഡർ, ബട്ടർ, എഗ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, സോൾട്ട്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് മൈദ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാം. 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് 1/4 കപ്പ്. ഇനി അല്പം സോൾട്ട്, ഒരു പിഞ്ച് സോൾട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് അരിച്ചെടുക്കണം. 1-2 പ്രാവശ്യം അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 മുട്ട എടുത്തത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ഞാൻ എടുത്തത്. അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ പൊടിച്ച് കഴിയുമ്പോൾ അത് 1 കപ്പിലും കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാനുലേറ്റഡ് ഷുഗർ 1 കപ്പ് എടുത്തു, അത് പൊടിച്ചത് മുഴുവനും. നമ്മൾ 1 സ്പൂൺ മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളത് പതച്ചെടുക്കുന്നത്. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശെയായിട്ടാണ് ഷുഗർ പൗഡർ ചേർക്കുന്നത്. ടോട്ടൽ 1 സ്പൂൺ പൗഡർ ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്താലും മതിയാകും. ഇത് കണ്ടോ, ഇതുപോലെ കട്ട പോലെ ഇങ്ങനെ ചാടി വരണം. ഒഴുകി ചാടുന്ന ഭാഗം അതിലും കുറച്ചുകൂടി നമ്മൾ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മുട്ടയുടെ മണം തോന്നുകയാണെങ്കിൽ ഒരു 2.5 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ 2 സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. 100 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് നല്ലതുപോലെ പ്ലഫി ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബട്ടർ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷുഗർ പൗഡർ കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്തു. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്താലും മതി. അപ്പോൾ കുറച്ചൊരു സമയം എടുക്കുമെന്ന് മാത്രം. ഇതിലേക്ക് കോഫിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. 1/4 കപ്പ് വാം വാട്ടർ വേണം. വാം വാട്ടറിൽ മിക്സ് ചെയ്തെടുത്തതാണിത്. കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് വാം വാട്ടറിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചത് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് അല്പം തിക്കായിട്ട് തോന്നും. ഞാൻ ആദ്യം പറയാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട്, പാല്. ഞാനൊരു 1/2 കപ്പല്ല 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പാണ് പാല്.
അപ്പോൾ ഞാനത് ആദ്യം ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ച കൂട്ടത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 1/4 കപ്പ് പാൽ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പാലും എഗ് മിക്സറും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി മുട്ട അടിച്ച് വെച്ച് നമുക്ക് ആഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ സാവകാശം വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. കാൽ കപ്പ് പാൽ നമ്മൾ എടുത്ത് വെച്ചതിൽ ഞാൻ ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ചുകൂടി ഉണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി പാൽ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി പാലും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ റെഡിയാക്കുന്നതെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കാണുക. നമ്മുടെ ഓവൻ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വളരെ സ്പോഞ്ചി ആയിട്ടുള്ള നല്ല കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഐസിങ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ പലതും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ കേക്ക് 2ആയിട്ട് മുറിച്ചുള്ളൂ. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നു. ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള എല്ലാ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. നിങ്ങൾ കാണാത്തവരതൊക്കെ ഒന്ന് കാണുക. രണ്ടാമത്തെ ലെയറും വെച്ച് നമ്മൾ വെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ക്രം കോട്ടിങ് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈഡിലും മുകളിലേക്ക് ഒന്നുകൂടി ക്രീം അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും കാണാത്തവരെല്ലാം അതൊന്ന് കാണുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അറിയില്ലാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷ്. ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഐസിങ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ കൂടിയും നമുക്കത് കുഴപ്പമില്ല. ഗനാഷ് ഒഴിക്കുമ്പോൾ അത് അറിയില്ല. തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐസിങ് ആണിത്. ഇനി ഞാൻ 2 ചോക്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുന്നു. ഞാനൊരു വയർ റാക്കിൽ വെച്ചിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് നമുക്കത് വീണ്ടും ടേൺ ടേബിളിലേക്ക് മാറ്റി അതിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ഡെക്കറേഷൻ, ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് താഴെയൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അങ്ങനെ മാറിയിരിപ്പുണ്ടെങ്കിൽ അത് കാണാതിരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ചെറിയ ഡെക്കറേഷൻ താഴെയും ചെയ്ത് കൊടുക്കാം. നോസിൽ കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള 1-2 ഡിസൈൻ.
അതിൻ്റെ മുകളിൽ ഞാൻ ചെറി വെച്ച് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു നല്ല ഡിസൈനാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.